അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ വന്നത് 3 ഗ്രേ കളറിലുള്ള അൾട്ടോണറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള വണ്ടികളാണ് മൂന്നും. പിന്നെ 3 വണ്ടി 3 ജനറേഷനിൽ വരുന്ന വണ്ടികളാണ്. അതിൽ BS4 ഉണ്ട്, BS6 ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. പിന്നെ 3 ജനറേഷൻ മാറി വരുന്ന വണ്ടികളായതുകൊണ്ട് തന്നെ വണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. ബമ്പർ, ഹെഡ്ലൈറ്റ് അത്തരത്തിലുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ വണ്ടിക്ക്. വേറെ മേജറായിട്ടുള്ള വണ്ടീൻ്റെ സൈസിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല. പിന്നെ വണ്ടി 800 cc ആയതുകൊണ്ട് തന്നെ ഏകദേശം നമുക്കൊരു 18-20 ലെവലിലൊക്കെ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. ചെറിയൊരു ഫാമിലിക്ക് ചെറിയൊരു അടവോട് കൂടിയൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ വാഹനങ്ങളാണ്. ചെറിയ അടവേ വണ്ടിക്ക് വരുള്ളൂ. ഏകദേശം ഒരു 5000-6000 ലെവലിലൊക്കെ അടവുണ്ടാവുള്ളൂ മാസം. പിന്നെ വണ്ടിൻ്റെ സർവീസും മെയിൻ്റെനൻസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ലോ മെയിൻ്റെനൻസ് ആയിരിക്കും വണ്ടിക്ക് വരിക. ഒന്നാമത് പെട്രോൾ വണ്ടിയാണ്. പിന്നെ മാരുതിൻ്റെ വണ്ടികളായതുകൊണ്ട് തന്നെ പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ റേറ്റിന് വണ്ടിക്ക് കിട്ടും. അപ്പോൾ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വരുന്നത് 2015 മോഡലാണ്. 1,85,000 രൂപ നമുക്ക് കൊടുക്കാൻ കഴിയും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. പിന്നെ 22 മോഡലാണ്. 3,40,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. BS6 ആണ് വരിക. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. ലാസ്റ്റ് 14 മോഡലാണ്. 1,85,000 രൂപ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ 3 വണ്ടി നിലവിൽ നമ്മളെ കഴിയുമ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി ഫുള്ളായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കാൻ വന്ന് 2015 മോഡലാണ്. നിലവിൽ 89,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. LXi ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ വണ്ടി നിലവിലുള്ളത്. KL 14 കാസർഗോഡ് രജിസ്ട്രേഷനിലാണ് വണ്ടി. 0065 എന്ന നമ്പറൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. വേറെ വണ്ടി ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിൻ്റെ വണ്ടി. സീറ്റ് കാറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ LXi ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ബേസിക് ഫീച്ചേഴ്സ് വണ്ടിക്ക് വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റാറിങ്, അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. ടയർ ബാഗും കുഴപ്പമില്ലാത്തൊരു ആവറേജ് ടയർ വണ്ടിക്ക് വരുന്നുണ്ട്. വണ്ടിക്ക് പിന്നെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, മേജർ പരിക്കുകളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 1,85,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 1,70,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി വരുന്നത് BS6 വണ്ടിയാണ്. 2022 മോഡലാണ്. നിലവിൽ സിംഗിൾ ഓൺഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 71,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. LXi ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനാണ് വണ്ടി നിലവിലുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയാണ് വണ്ടി നിലവിലുള്ളത്. വേറെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ വൃത്തിൻ്റെ വണ്ടി, മോഡൽ കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. പിന്നെ LXi ആയതുകൊണ്ട് തന്നെ AC, പവർ സ്റ്റാറിങ്, 2 ഡോർ പവർ വിൻഡോ, പിന്നെ അഡീഷണൽ ഒരു സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 എയർ ബാഗ്, ABS അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരും. വേറെ വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. BS6 വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ABS അഡീഷണൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഡിക്കി സ്പേസ് ഒക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിക്കി സ്പേസ് ഉണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,40,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 3 ലക്ഷം വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടി വരുന്നത് 2014 മോഡലാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 82,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. LXi ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനാണ് വണ്ടി ഉള്ളത്. വേറെ വണ്ടി പണി കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ 4 പുത്തൻ ടയറാണ് വണ്ടിയുമുള്ളത്. ഏകദേശം ഒരു 90% അടുത്ത് ടയറുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ ഉണ്ട് വണ്ടീൻ്റെ ഒരു ഭാഗമൊക്കെ. പിന്നെ LXi ആണ് വണ്ടി. LXi ആയതുകൊണ്ട് 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റാറിങ്, പിന്നെ അഡീഷണൽ സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ ഭാഗം ഞാൻ പറഞ്ഞത് 4 പുത്തൻ ടയറാണ് വണ്ടിയുമുള്ളത്. വേറെ വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ല വൃത്തിയുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 1,85,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 1,40,000 വരെയൊക്കെ വണ്ടിയുമ്പോൾ ലോണും ചെയ്യാൻ പറ്റും. അപ്പം നിലവിൽ ഈ 3 വാഹനങ്ങൾ നമ്മളെ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്. രാമനാട്ടുകര അടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഈ 3 വാഹനം ചെറിയൊരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വാഹനങ്ങളാണ്. ചെറിയ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ സ്വന്തമാക്കാൻ പറ്റും. അപ്പം ഇത്തരത്തിൽ ആരെങ്കിലും ആൾട്ടോണറൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.